ഓക്കെ. അപ്പോൾ ഇത് ലിയാഖത്തിൻ്റെയും നമ്മുടെ ഉമർക്കയുടെ ഒക്കെ ഇതിൻ്റെ റിവ്യൂ റിയാക്ഷനൊക്കെ കേട്ടവർക്ക് ചിലപ്പോൾ ആർത്തിനനുസരിച്ച് തോന്നും. പക്ഷേ ഇതിൻ്റെ ചില മറ്റ് കഥകളിലേക്കൊക്കെ ഞാൻ പോകുന്നുണ്ട്, ചില ഹദീസുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കാണാം. എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. യുദ്ധസമയത്ത് താൽക്കാലികമായി വിവാഹം ആദ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് നിരോധിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം അള്ളാഹുവിനെ അറിയായിരുന്നില്ല അത് തെറ്റാണെന്ന്. അപ്പോ ചോദ്യം എന്താ നോക്കുക, അക്ബർജിയുടെ ഒരു പൊതുവിൽ ദാഴ്വാക്കാരുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരം പറയൽ നഹിഹെ എന്ന് പറഞ്ഞ നഹിഹെ ഒരിക്കലും പറയൂ, ഉത്തരം മാത്രം പറയൂ, വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാണ്. ചോദ്യം എന്തായിരുന്നു? മുത്തഴ വിവാഹം ആദ്യകാലങ്ങളിൽ അനുവദിച്ചിരുന്നെങ്കിലും പിന്നീട് നിരോധിച്ചു. അപ്പൊ അള്ളാഹ്ക്ക് ഓൾറെഡി അറിയാമായിരുന്നില്ലേ ഇത് തെറ്റാണെന്ന് എന്നുള്ളത്? അതാണ് ചോദ്യം കേട്ടോ. ഇനി എന്താണ് ഉത്തരം പറയുന്നത് നോക്കാം. അതിൽ മറ്റു പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് വിശദീകരിക്കാം. യുദ്ധസമയത്ത് പ്രത്യേകിച്ച് ഇസ്ലാം അനുവദിച്ച ഒരു സംഗതി ഒന്നുമല്ല മുത്അ വിവാഹം അറിയപ്പെടുന്ന താൽക്കാലിക വിവാഹം. അറബികൾക്കിടയിൽ വ്യാപകമായിരുന്ന ഒരു സമ്പ്രദായം അതാണ്. നിങ്ങൾക്കറിയാം, ദീർഘയാത്രയുടെ ആളുകളാണ് അറബികൾ. അവര് ഉഷ്ണപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികതയില്ലാതെ ജീവിക്കുക എന്നത് പ്രയാസകരമാണ്. ഒരു കാര്യത്തിന്റെ കൂടെ ചേർത്ത് പറയാം, ലൈംഗികതയും ടെമ്പറേച്ചറുമായിട്ട് അങ്ങനെ പറയത്തക്ക ബന്ധമൊന്നുമില്ല. ഇനി പേപ്പർ നാസ കണ്ടെത്തിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇനി ചൂട് കാലത്ത് പ്രത്യേകിച്ച് ലൈംഗികത കൂടാനുള്ള സാധ്യത അല്ല ഉണ്ടാവുക, കുറയാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ, എന്തായാലും അക്ബർജിയുടെ പുതിയ ഒരു സംശയം, ഇപ്പൊ ഈ അറബികൾക്ക് അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അറബി പെണ്ണുങ്ങൾക്കും അങ്ങനെയാണോ അതോ പുരുഷന്മാർക്ക് മാത്രമാണ്? അതാണ് മറ്റൊരു ചോദ്യം. ഇത് സ്ത്രീകൾക്കും ആയിക്കൂടെ എന്നുള്ളതാണ്. ഇല്ല, പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഇല്ല. ഇത് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ആണുങ്ങളുടെ ലൈംഗികതയും പെണ്ണുങ്ങളുടെ ലൈംഗികതയും വ്യത്യസ്തമാണെന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ മുമ്പ് കണ്ട്. ബ്രെയിൻ മുഴുവൻ മറ്റേതാന്നാ പറഞ്ഞത്. അതെ അതെ. എന്തായാലും ഈ അറബികളൊക്കെ സ്ത്രീലമ്പടന്മാരാണ് എന്നാണ് പറയാതെ പറയുന്നത്. അപ്പൊ മുഹമ്മദ് അതിൽ പെടൂലേ? നമ്മൾ പറയുന്നത് മാത്രമാണ് പ്രശ്നം. അതെ, ഓക്കെ. അങ്ങനെ അറബികൾ അവരുടെ യാത്രകളിൽ ഇണകളെ കൊണ്ടുപോകാൻ കഴിയാതിരുന്നാൽ ചില സ്ഥലങ്ങളിൽ അവർ തമ്പടിക്കുന്ന സമയത്ത് അവർ താൽക്കാലികമായി വിവാഹം ചെയ്യും. താൽക്കാലിക വിവാഹം എന്ന് പറഞ്ഞാൽ കേവല വ്യഭിചാരമല്ല, പെൺകുട്ടിയുടെ ഏത് പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള അതിന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള വിവാഹമാണത്. പക്ഷെ വിവാഹത്തിന്റെ സവിശേഷത ഒരു കാലനിബദ്ധമായിരിക്കും എന്നുള്ളതാണ്. അഥവാ ഈ വിവാഹം 3 മാസത്തേക്കാണ്. ആ 3 മാസത്തേക്കുള്ള വിവാഹത്തിനുള്ള വിവാഹ മൂല്യം കൊടുക്കണം. ആ വിവാഹ മൂല്യം കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഈ 3 മാസത്തെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഇയാൾക്കുണ്ടാകും. ആ സമയത്തുണ്ടാകുന്ന കുഞ്ഞിന്റെ ഉത്തരവാദിത്തം അയാൾക്കായിരിക്കും. ഇങ്ങനത്തെ നിബന്ധനകളുണ്ട്. അറബികൾക്കിടയിലാണ് പറയുന്നത്. ഇത് വ്യാപകമായി നിലനിന്നിരുന്ന ഒരു സമൂഹത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത്. അങ്ങനെ നിയോഗിക്കപ്പെടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദീർഘകാലം തമ്പടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി വന്ന സഹാബിമാരിൽ ചിലർക്ക് സ്വാഭാവികമായും അവർ തുടർന്നു വന്നിരുന്ന ഒരു സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് അനുവദിച്ചിരുന്നു. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അനുവാദം പിൻവലിക്കുകയും വേണ്ട എന്ന് പറയുകയും ചെയ്തു, നിരോധിക്കുകയും ചെയ്തു. ഇതിന്റെ കൂടെ ചേർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒന്ന് ഇത് ഈ ഒരു പ്രശ്നം ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓക്കെ, അത് നമുക്ക് സമ്മതിക്കാം. ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ആ സമൂഹത്തിലുള്ളത് തന്നെയാണ് ഇസ്ലാമിലേക്കും വന്നിട്ടുള്ളത്. ഇനി അപ്പോൾ ഇത് ആദ്യകാലങ്ങളിൽ മുഹമ്മദ് അനുവദിച്ചു, മുഹമ്മദ് പിന്നീട് അനുവദിച്ചില്ല എന്നുള്ളതാണ്. മുഹമ്മദ് ഒരു കാര്യം അനുവദിച്ചോ ഇല്ലയോ എന്നുള്ളതാണോ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്നുള്ളത് ചോദ്യമാണ്. അള്ളാഹു ആണ് ഇസ്ലാമിന്റെ ഓൾ ഇൻ ഓൾ. മൂപ്പരുടെ പേര് തന്നെ ഓൾ എന്നൊരു വാക്കുണ്ട്. അപ്പോൾ മുഹമ്മദിന് പറഞ്ഞില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ മതാടിസ്ഥാനത്തിൽ ഓക്കെ, നമുക്ക് ഇസ്ലാമിലെ ദൈവം മുഹമ്മദ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. പക്ഷെ ഇവർ പുറത്തേക്ക് ദഴവക്കാരും മുസ്ലിങ്ങളും പറയുന്നത് എന്താണ്? ഞങ്ങളുടെ ദൈവം അള്ളാഹു ആണെന്നാണ്. അള്ളാഹു ഖുറാനിലെവിടെയും മുത്തഴ വിവാഹം നിരോധിച്ചതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് മുത്തഴ വിവാഹത്തെ കുറിച്ചുള്ള ആയത്തിറക്കിയിട്ട് അത് നിരോധിച്ചതിനെ കുറിച്ച് ആയത്തിറക്കിയിട്ടില്ല. അതിന്
അത് സംബന്ധിച്ച ആയത്ത് എന്ന അവതരണ പശ്ചാത്തലമുള്ള ആയത്ത് ഇറങ്ങിയിട്ടുണ്ട് 4:24 ഖുർആനിലെ സൂറത്തുൽ നിസായിലെ 24-ാമത്തെ ആയത്ത്. പക്ഷെ അത് നിരോധിച്ചുകൊണ്ട് ഒരു ആയത്ത് വന്നിട്ടില്ല. അപ്പൊ മുഹമ്മദ് എങ്ങനെയാണ് അള്ളാഹു ഇറക്കിയ ഒരു കാര്യം മുഹമ്മദിന്റെ സ്വന്തം വാക്കുകൊണ്ട് നിരോധിക്കുക എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട്. എന്ന് മാത്രമല്ല, ഇതുപോലെ താൽക്കാലിക വിവാഹം ഒക്കെ കഴിക്കേണ്ട ഒരവസ്ഥയിലുള്ള ഭയങ്കര ഗതികെട്ടൊരു ലൈംഗിക ദാരിദ്ര്യമുള്ള ആളുകളായിരുന്നു മുഹമ്മദിന്റെ കാലത്തുള്ള ആളുകളെങ്കിൽ, അപ്പോൾ അവരുടെ കൾച്ചറിൽ നിന്ന് വന്ന ഇസ്ലാമിനെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഈ അബദ്ധങ്ങളൊക്കെ ആ മതത്തിലും കയറി വരാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കുറച്ചുകൂടി യുക്തിപരമായിട്ട് അതിൻ്റെ വസ്തുതാപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഈ മതത്തിൽ പല കാര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആ അറേബ്യയിൽ തന്നെ ഒരു പ്രത്യേക പ്രദേശത്തുള്ള ആളുകളുടെ സ്വഭാവങ്ങളും അവരുടെ സംസ്കാരത്തിൽ നിന്നും അവരുടെ പല ചിട്ടകളിൽ നിന്നൊക്കെ വന്നതാണ്. മുഹമ്മദിന്റെ ഹജ്ജ് കർമ്മം പോലും നഗ്നമായിട്ട് ഈ കഅബയെ ചുറ്റിയിരുന്ന ടീമിൽപ്പെട്ടതാണ് മുഹമ്മദ് തന്നെ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സ്ഥാപനത്തിന് ശേഷം തന്നെ ഈ മക്കയിലെ ഈ കഅബയ്ക്ക് ചുറ്റും അതിനകത്ത് വിഗ്രഹമുള്ള സമയത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കർമ്മങ്ങളാവട്ടെ പല അനുഷ്ഠാനങ്ങളാവട്ടെ ഇതൊക്കെ ആ കൾച്ചറിൽ നിന്ന് വന്നാണ്. അപ്പോൾ ഇസ്ലാമിലും ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും കയറിക്കൂടാൻ സാധ്യതയില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് വീണ്ടും പറഞ്ഞ പോലെ അള്ളാഹു ആണോ ഈ പ്രശ്നം ഓക്കെ ഈ മുത്വ വിവാഹം നിരോധിക്കുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പ് നൽകേണ്ടത് അതോ മുഹമ്മദ് ആണോ എന്നുള്ള ചോദ്യമുണ്ട്. അള്ളാഹു ഇതിന് വേണ്ടിയുള്ള ആയത്ത് ഇറക്കിയിട്ടുണ്ട്, ഇതിനെതിരായിട്ടുള്ള ആയത്ത് അള്ളാഹു ഇറക്കിയിട്ടില്ലതാണ്. ഖുർആൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ മുഹമ്മദ് ഇത് നിരോധിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും മുഹമ്മദിന് അള്ളാഹുവിനേക്കാളും വലിയൊരു സ്ഥാനം യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പറയുന്ന പോലെ കൽപ്പിച്ചു കൊടുക്കൽ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം. ഇനി ഇതുപോലെ ഉള്ള മറ്റു പല കാര്യങ്ങളും നിരോധിച്ചതും ഒഴിവാക്കിയതുമായ കാര്യങ്ങൾക്ക് ആയത്ത് ഇറക്കിയിട്ടുണ്ട്. ദത്ത് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ദത്ത് സമ്പ്രദായമൊക്കെ ഒഴിവാക്കിയതിൻ്റെ കോമഡിയൊക്കെ ഉണ്ട് ഖുറാനിൽ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ മുത്വ വിവാഹം എന്ന താൽക്കാലിക കല്യാണം എന്ന വിഷയത്തിൽ എന്തുകൊണ്ടാണ് അള്ളാഹു ഒരു ആയത്ത് ഇറക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം. ഇത് മാത്രമല്ല, ഈ വ്യഭിചാരം എന്നുള്ളൊരു കാര്യം ഇവിടെ ഇദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ഈ ഇപ്പോൾ പ്രേമം, ഇസ്ലാമിനകത്ത് പ്രേമമില്ല, ഇസ്ലാമിനകത്ത് പ്രേമം എന്നുള്ളതൊക്കെ വ്യഭിചാരമായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, വേശ്യാവൃത്തിയും ഇസ്ലാമിൽ വ്യഭിചാരമായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. വേശ്യാവൃത്തി തെറ്റാണെന്നൊക്കെയാണ് പൊതുവിലുള്ള ഒരു ധാരണ, മതധാരണ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇയാൾ 3 മാസം എന്നൊക്കെ കണക്ക്, ഇത് എവിടുത്തെ കണക്കാണെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് 3 മാസം ഇയാൾക്ക് കിട്ടിയതെന്ന് എനിക്കറിയില്ല. ദിവസക്കണക്കും മാസക്കണക്കും ഒക്കെ എവിടെ ഏത് വിശദാംശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് അത് മാറ്റി വെക്കുന്നു. പക്ഷെ ഇങ്ങനെ താൽക്കാലികമായിട്ട് ഒരു വിവാഹം നടത്തി അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു, അങ്ങനെ പൈസ കൊടുത്ത് വിവാഹം നടത്തുന്നു. മഹർ എന്ന് പറഞ്ഞാൽ പൈസയാണ്, അല്ലെങ്കിൽ ധനം ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ആവശ്യമുള്ള സാധനം കൊടുക്കും. അത് കൊടുത്തിട്ട് ഇതുപോലെ താൽക്കാലികമായിട്ട് പരിപാടി നടത്തുന്നതിന് പൊതുവിൽ അതിന് വേശ്യാവൃത്തിയായിട്ട് വ്യാഖ്യാനിച്ചൂടെ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ? എന്ന് മാത്രമല്ല, അതിനെ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് വ്യഭിചാരമാക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവർക്ക് തോന്നുമ്പോൾ ഇവർ വ്യഭിചാരത്തിന്റെ ആ ഒരു ഡെഫിനിഷൻ മാറ്റും. വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യപുരുഷൻ പ്ലസ് അന്യസ്ത്രീ തമ്മിലുള്ള പരസ്പര ബന്ധമാണ്, ലൈംഗിക ബന്ധമാണ്. അതിപ്പോൾ നിങ്ങൾ പ്രായപൂർത്തിയാണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ അച്ഛനും അമ്മയും അനുവദിച്ചാൽ വേശ്യാവൃത്തിയും വ്യഭിചാരവും ഒക്കെ ഓക്കെയാണ്. ഇതിൻ്റെ ഒരു കുട്ടൻസ് എനിക്കിപ്പോഴും മനസ്സിലായില്ല. അപ്പോൾ ഈ വ്യഭിചാരത്തിന്റെ നിർവചനം ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇസ്ലാമിന്റെ മതധാരണയിൽ നിന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. മുത്വ വിവാഹത്തിന്റെ കാര്യത്തിലെത്തുമ്പോൾ അത് അവർ വ്യഭിചാരം അല്ല എന്ന് പറയും. അതേപോലെ നമ്മൾ മഹറിനെ കുറിച്ച് പറയും. മഹർ ഒരു സ്ത്രീയുടെ യോനിക്ക് കൊടുക്കുന്ന കൂലിയാണ്, സുഖം കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന കൂലിയാണ് എന്നാണ് പറയാറ്. അത് തന്നെയാണ് മതനിർവചനവും. പക്ഷെ അവർ മഹർ എന്തോ ഭയങ്കര സംഭവമായിട്ടാണ് കാണുന്നത്, അതും വ്യഭിചാരവുമായി ബന്ധമില്ല എന്നാണ് അവർ പറയാറ്. ഇതേപോലെ അടിമകളുമായി ബന്ധപ്പെടുന്നത് വ്യഭിചാരം അല്ലെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതും ഇസ്ലാമിനകത്ത് ഹലാലാണ്, മതപരമായിട്ട് തെറ്റല്ല, മതപരമായിട്ട് ഒരു മോശം പ്രവൃത്തിയല്ല, അല്ലെങ്കിൽ ഒരു മോശം ലൈംഗിക ബന്ധമല്ല. അപ്പോൾ ഈ വ്യഭിചാരം എന്നുള്ളതിൻ്റെ നിർവചനം കൂടി ഈ ഒരു വിഷയത്തിൽ ഒരു പ്രശ്നമായി വരുന്നു. അതിനകത്തൊരു പരസ്പര വിരുദ്ധത ഇതിനകത്ത് കാണുന്നു. പ്രായപൂർത്തിയായ ആൾക്കാർ പരസ്പര സമ്മതത്തോടെ പ്രേമിക്കുന്നത് വ്യഭിചാരമാണെന്ന് പറയുന്ന മതമാണെന്ന് ഓർക്കണം. ഓക്കെ, നമുക്ക് ബാക്കി കേൾക്കാം. അപ്പോൾ അവിടെ ചോദ്യം അള്ളാഹ്ക്ക് നേരത്തെ അറിയില്ല എന്നാണ്. അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടല്ല, ഒരു സമൂഹത്തെ സംസ്കരിക്കുന്ന രീതിയുണ്ട്. മദ്യം ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് നിർത്താൻ പറഞ്ഞാൽ മദ്യം നിൽക്കുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം
ആ രൂപത്തിൽ ആ സമൂഹത്തിൽ മദ്യം അത്രയും സ്വാധീനിച്ചിരുന്നു. ആ സമൂഹത്തെ എത്രത്തോളം എന്ന് വെച്ചാൽ പലപ്പോഴും പറയാറുണ്ട്, അറബികളുടെ ഒരു സംസ്കാരം തന്നെ 3 Ws ആയിരുന്നു: വൈൻ, വാർ ആൻഡ് വുമൺ. അപ്പോ അവരുടെ കവിതകൾ അത് അറബികളുടേത് മാത്രമല്ല, മുഹമ്മദിന്റെ അതേ സംസ്കാരമായിരുന്നു. മുഹമ്മദിനെ കുറിച്ച് മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് 2 കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഒന്ന് പെണ്ണുങ്ങളും മറ്റേതൊന്ന് പെർഫ്യൂം ആണെന്ന് പറഞ്ഞ കമന്റ് വരെയുണ്ട്. അപ്പോൾ ഇത് അറബികളുടെ മാത്രം സംസ്കാരമല്ല, അറബികളിൽപ്പെട്ട അറബിയായ ബഹു അറബിയായിട്ടുള്ള നമ്മുടെ മാനവരിൽ മഹ ചെല്ലമ്മ ചെല്ലം അദ്ദേഹത്തിന്റെ കൂടി സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, െല്ലാം തന്നെ മദ്യം, വൈന് എത്രത്തോളം, വീഞ്ഞ് എത്രത്തോളമാണ് സ്വാധീനിച്ചിരുന്നത് അവരെ എന്ന് അന്നത്തെ കവിതകൾ വായിച്ചാൽ പോലും മനസ്സിലാകും. അന്നത്തെ ഒരു കവിത, ഉമ്രുൽ ഖൈസിന്റെ ഒരു കവിതയായി പറയപ്പെടുന്നത്: ഞാൻ മരണപ്പെട്ടാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചിട്ടാലും എന്നാൽ എൻ്റെ എല്ലുകൾക്ക് ആ മുന്തിരിയുടെ വള്ളിയുടെ വേരുകളിലൂടെ ഊർന്നിറങ്ങുന്ന ആ ലഹരി നുണഞ്ഞുകൊണ്ട് കിടക്കാമല്ലോ എന്നാണ് അദ്ദേഹം എഴുതിയത്. അഥവാ ആ രൂപത്തിൽ മദ്യത്തിൽ മുങ്ങിയിരുന്ന ഒരു സമൂഹത്തെ മാറ്റുമ്പോൾ ഒന്നാമതായി ഖുർആൻ പറഞ്ഞത്, മദ്യത്തിൽ നിങ്ങൾ നമസ്കാരത്തിന് ചെല്ലുമ്പോൾ മദ്യപിക്കാൻ പാടില്ല, ലഹരി ഉണ്ടാകാൻ പാടില്ല എന്നാണ്. നിസ്കരിക്കുന്ന ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പിന്നെ മദ്യപിച്ചുകൊണ്ട് നിസ്കാരത്തിന് വരുന്ന ആളുകൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂല. പക്ഷെ അന്നങ്ങനെ ഉണ്ടായിരുന്നു. ആദർശം അവരിലേക്ക് കൊടുത്തു, അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം കൊടുത്തു, പരലോകത്തെ കുറിച്ചുള്ള ബോധം കൊടുത്തു. അപ്പോ ആദ്യം നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് മദ്യപിക്കരുത് അല്ലെങ്കിൽ ലഹരി ഉണ്ടാവരുതെന്ന് പറഞ്ഞപ്പോ, ലഹരി ബാധിതരായി നിങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കരുതെന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ നിർത്തി, മെല്ലെ മെല്ലെ. പിന്നീട് പറഞ്ഞു, മദ്യത്തിൽ നന്മയുണ്ട് തിന്മയുണ്ട്, പക്ഷെ തിന്മയാണ് കൂടുതൽ. അതോടുകൂടി ഒരു നിലപാട് വന്നു. അവസാനമായി എന്ന് പറഞ്ഞു, നിങ്ങൾ നിർത്താൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ എന്ന് ചോദിച്ചു. അതോടുകൂടി അവസാനിച്ചു. ഇത് ഒറ്റയടിക്ക് നിർത്താമായിരുന്നില്ല. അള്ളാഹ്ക്കറിയില്ല മദ്യം തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ടല്ല. ആ ഒരു സമൂഹത്തിനെ മാറ്റുന്നതിന്റെ ഒരു രീതിശാസ്ത്രമുണ്ട്. ആ ഒറ്റയടിക്ക് ഇത്തരം തിന്മകൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെയാണ് മുത്തലാഖ് വിവാഹത്തിന്റെയും അവസ്ഥ അങ്ങനെയാണ്. സോറി, മദ്യത്തിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞതിൽ ഓക്കെ, താങ്ക് യു. ഞാനിവിടെ മ്യൂട്ടായിരുന്നു, സോറി. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് പോലെ മുസ്ലിങ്ങൾ സോക്കോൾഡ് ഉപദേശികൾ പറയാറുണ്ട്, വിശ്വാസികൾ അല്ലെങ്കിൽ ദാവാക്കാരൊക്കെ പറയാറുണ്ട്, ഇസ്ലാമിന്റെ ഭയങ്കരമായിട്ടുള്ള എന്തോ മഹത്വമാണ് മദ്യം നിരോധിച്ചത്, മദ്യം നിരോധിക്കുന്നതിനും ഘട്ടമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അവിടെ ഇതേപോലെ മദ്യപിച്ച ആളുകൾ വരുന്നത് ഒരു പ്രശ്നമായപ്പോഴാണ് മദ്യം നിരോധിച്ചത്. അല്ലെങ്കിലോ മദ്യപിക്കാതെ ആളുകൾ വന്നിരുന്നെങ്കിൽ മദ്യം ചിലപ്പോൾ നിരോധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. മദ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് അതിന്റെ കെമിക്കൽ പ്രശ്നങ്ങളെയും അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെയും കുറിച്ചുള്ള അവബോധം കൊണ്ടെല്ലാം പലപ്പോഴും മദ്യം നിരോധിച്ചിട്ടുണ്ട്. മദ്യപിച്ച ആൾക്കാർ കച്ചറ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് മദ്യം നിരോധിച്ചിട്ടുള്ളത് എന്നുള്ളത് ഹദീസിലൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. പല സഹാബിമാരും മദ്യപിച്ച് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും പരാക്രമണങ്ങളും കാരണം ആണ് അവസാനം മുഹമ്മദ് മദ്യ നിരോധനത്തിലേക്ക് എത്തുന്നത്. ആദ്യകാലങ്ങളിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ മദ്യത്തെ നിസ്കാരത്തിൽ നിന്ന് മാത്രമേ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മദ്യം പൂർണ്ണമായിട്ട് അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു നിരോധനം കൊണ്ടുവന്നതല്ല എന്ന് കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഇദ്ദേഹം പറഞ്ഞ ഈ ലോജിക്ക് വെച്ചിട്ട് ഇന്ന് മുസ്ലിങ്ങൾ മദ്യപിക്കുന്നില്ലേ? അപ്പൊ മദ്യപാനം മുസ്ലിങ്ങളിൽ നിന്ന് ഇതുകൊണ്ട് പോയോ? അതിന്റെ എഫക്റ്റ് എന്തായിരുന്നു എന്ന് കൂടി നിങ്ങൾ പറഞ്ഞു. മദ്യപാനം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും മുസ്ലിങ്ങൾ മദ്യപിക്കുന്നവരും മലപ്പുറത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ വരെ മദ്യപിക്കുന്നവരുണ്ട്. ആ മദ്യം കിട്ടാനുള്ള അവസ്ഥയുള്ളവരിടത്തൊക്കെ മുസ്ലിങ്ങളിലും പെട്ട ആളുകളും മദ്യപിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ പ്രശ്നം ഇന്നും തുടരുന്നതാണ്. മദ്യപാനവുമായി ബന്ധപ്പെട്ട ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇന്നും പല സമൂഹങ്ങളിലും നമുക്കിടയിലൊക്കെ ഉണ്ട്. കേരളം തന്നെ ഒരു ഉദാഹരണം. കേരളത്തിൽ തന്നെ കുടിയന്മാരുടെ പ്രശ്നങ്ങളിൽപ്പെട്ടാണ് ഇദ്ദേഹം പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ. എന്തായാലും ബാക്കികൾ ആ മുത്തലാഖ് വിവാഹം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ ഒരു യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് ലൈംഗികമായ ചോദനകളെ അടക്കി വെക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ മാന്യമായി തന്നെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുകയും അത് ആ സ്ഥലത്തുള്ള ഒരു പെൺകുട്ടിയാവുകയും ആ പെൺകുട്ടിയെ ഇത്ര കാലത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാഹം നിലനിൽക്കുകയും ആ കാലം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി ആ വിവാഹം സ്വാഭാവികമായി ഇല്ലാതെയാകുകയും ചെയ്യുന്ന രീതി അതാണ്. അത് ഭയങ്കരമായ എന്തോ ഒരു വ്യഭിചാരം എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കേണ്ടതില്ല.
അങ്ങനെയല്ല, മറിച്ച് അത് പാരൻസ് എല്ലാം അറിഞ്ഞുകൊണ്ട് നടക്കുന്ന. അപ്പോൾ പാരൻസ് അറിഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുമായി നമ്മൾ ബന്ധപ്പെടുന്നു, അവരൊരു ലൈംഗിക തൊഴിലാളിയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു ലൈംഗിക തൊഴിലാളിയുമായിട്ട് പാരൻസ് അറിഞ്ഞുകൊണ്ട് നമ്മളൊരു ബന്ധം സ്ഥാപിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ എല്ലാവരും സമ്മതിക്കും എന്നുള്ളതൊക്കെ നിർത്തും. നമ്മൾ തത്വത്തിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് ഒരു 3 മാസത്തേക്ക് നമുക്കൊരു ഭാര്യയെ ഇതേപോലെ വാടകയ്ക്ക് എടുത്ത് അവസാനം നമ്മൾ അവരുമായിട്ട് കരാർ ഉറപ്പിച്ച പ്രകാരം ഉള്ള പണം കൊടുത്ത് പിരിയാണെങ്കിൽ ഇതിനെ ഇസ്ലാം അംഗീകരിക്കുമോ? ഒരു ലൈംഗിക തൊഴിലാളിയുമായിട്ടുള്ള ഈ ബന്ധത്തിൽ ഇത് എന്താ പറയുക, ഇവരുടെ പല കാര്യങ്ങളുടെ നിർവചനം ഇസ്ലാം മതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതാണ്. അവർക്ക് പല കാര്യങ്ങളിലും യുക്തിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഈ സാമാന്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളല്ല ഉള്ളത്. മുഹമ്മദ് എന്നൊരു വ്യക്തി അയാളുടെ ജീവിതത്തിന്റെ പല കാലഘട്ടങ്ങളിൽ പുള്ളിയുടെ ലോകവീക്ഷണ പ്രകാരം ഓരോ തവണ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ മുമ്പ് പുള്ളി പറഞ്ഞ കാര്യങ്ങളും പിന്നീട് പുള്ളി പറഞ്ഞ കാര്യങ്ങളും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധത വരും. അത് മനുഷ്യരിൽ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. കാരണം പണ്ട് നമ്മൾ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ പണ്ട് നമ്മൾ എന്താ പറഞ്ഞതെന്നുള്ളതിൻ്റെ ഓർമ്മ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇത് ഈ മുഹമ്മദിന്റെ 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് 20 വർഷം 2 ദശാബ്ദങ്ങൾ നീണ്ട മതപ്രബോധനമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പണ്ട് പറഞ്ഞത് പുള്ളി മറന്നു കാണും. അപ്പോൾ പുള്ളിക്ക് പണ്ടത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടാവില്ല. പണ്ട് പുള്ളിയുടെ സഹാബികൾ അല്ലെങ്കിൽ അവരുടെ അനുയായികളോട് പറഞ്ഞ കാര്യങ്ങൾ പുള്ളിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇതിന് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ മാറ്റി തിരുത്തുന്ന സമയത്ത് ആദ്യം പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഉള്ള പരസ്പര വിരുദ്ധത വരുന്നത്. പിന്നെ ആ സ്ത്രീ, അതായത് ഇപ്പൊ ചോദ്യകർത്താവ് ഇതിനകത്ത് ചോദിച്ച ചോദ്യം ഇപ്പോഴും വാലിഡ് ആണ്. അപ്പോഴും അക്ബർ കിടന്ന ഉരുളാണ്. അദ്ദേഹം ഇതിന് ഇത് വ്യഭിചാരമാണെന്ന് കരുതേണ്ട ആവശ്യമില്ല. അതൊന്നും ഈ സ്ത്രീ ചോദിച്ചിട്ടില്ല. ഇത് വ്യഭിചാരമാണോ അല്ലേ എന്നുള്ളതല്ല ചോദ്യം. ഇങ്ങനെ ഒരു കാര്യം ആദ്യം തെറ്റാണെന്ന് അള്ളാഹുവിന് അറിയാമായിരുന്നില്ലേ എന്നുള്ളതാണ്. അതിനാകെ ഇമാം അക്ബർ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല മക്കാരോട് നമ്മൾ നേരിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കുമായിരുന്നു എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതായത് മക്കാരോട് നേരിട്ടിട്ട് മുത്തവിവാഹം മോശമാണെന്ന് മുഹമ്മദ് പറഞ്ഞിരുന്നെങ്കിൽ അവർ സ്വീകരിക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് ഈ വിഷയത്തിൽ മാത്രമാണോ? ഇനി ഇങ്ങനെ ഒരു നിലപാട് ആണ് മുഹമ്മദ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത് ദത്ത് പുത്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഹമ്മദിന്റെ ദത്ത് പുത്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സയ്യിദിന്റെയും ആ വിഷയത്തിൽ എന്തിനാണ് പെട്ടെന്ന് തന്നെ മക്കാരോടൊന്നും ആലോചിക്കാതെ ദത്തുപുത്രന്റെ ആ ഒരു വിഷയത്തിൽ ആയത്തിറക്കിയത്? എന്തിനാണ് ദത്തവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ദത്തുപുത്രൻ സ്വന്തം പുത്രനല്ല എന്നുള്ള തരത്തിലുള്ള ആയത്തുകൾ ഇറക്കിയത്? അതൊക്കെ ഖുറാനിൽ വന്നതാണ്. അത് ഹദീസുകളിൽ മാത്രമല്ല. മുത്തലാഖ് വിവാഹം തെറ്റാണെന്ന് പറഞ്ഞ് ഖുറാനിൽ ആയത്തില്ല. അതാണ് അതിന്റെ കോമഡി. പക്ഷെ ഈ ഒരു കല്യാണത്തിന് വേണ്ടി മാത്രം കുറെ ആയത്തിറക്കിയിട്ടുണ്ട്. അത് കല്യാണ വിരുന്നിനെ കുറിച്ച് ഒരു ആയത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ ഒരു മുഹമ്മദിന്റെ സ്വന്തം താല്പര്യം അവിടെ ഒരു പ്രശ്നമായി വന്നപ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല, അല്ലെങ്കിൽ ഘട്ടം അവരുടെ വിഷയമല്ല. അപ്പൊ തന്നെ ആയത്തിറക്കി, അപ്പൊ തന്നെ കാര്യം തീർത്തു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മക്കാര് ചൊടിക്കും, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം ഉണ്ടാവും, അവർ ചിലപ്പോൾ സ്വീകരിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണോ ഒരു ദൈവം ആയത്തിറക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഇത്ര ചീപ്പാണോ ദൈവം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് മാത്രമല്ല, ഈ മക്കാരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പെട്ട പല കാര്യങ്ങളും ഒറ്റയടിക്ക് തെറ്റാണെന്ന് പറഞ്ഞിട്ടല്ലേ മുഹമ്മദ് ഈ ഏകദൈവ പ്രബോധനം തുടങ്ങിയത്. അത് ഒരു സംസ്കാരത്തിന്റെ ഒരുപാട് കാലത്തെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യവും അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടല്ലേ കുറെ മക്കാർ ആദ്യം മുഹമ്മദിനെ വിശ്വസിക്കാതെ കുറെ കാലം കഴിഞ്ഞ് മുഹമ്മദ് മദീനയിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ ഈ കാര്യത്തിൽ ഘട്ടമായി ഓരോ ദൈവങ്ങനെ കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു യുക്തി അള്ളാഹ്ക്ക് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഈ പറയുന്നത് മറ്റ് പല കാര്യങ്ങളിലുള്ള ഇസ്ലാമിന്റെ നിലപാടുമായിട്ട് ഒത്തുപോകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഓക്കെ, ഒരു കാലം വെച്ചുകൊണ്ടുള്ള പെണ്ണിന് ആ കാലത്ത് അവകാശങ്ങളുള്ള അതിലൂടെ ഉണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങൾ മുഴുവനും പുരുഷൻ വഹിക്കേണ്ട അന്നത്തെ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു ഏർപ്പാട് അത് പ്രവാചകൻ അന്ന് അനുവദിച്ചു. എന്തുകൊണ്ടെന്നാൽ അന്ന് ആ സമൂഹത്തിൽ അത് വേരുള്ളതായിരുന്നു. എന്നാൽ ഇസ്ലാമിലെ വിവാഹത്തിന്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ ഈ രൂപത്തിലുള്ളതാകരുത് വിവാഹം എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാം പിന്നീട് അത് നിരോധിക്കുകയും ചെയ്തു. അള്ളാഹ്ക്കറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ഒരു സമൂഹത്തെ സംസ്കരിക്കുന്നതിന്റെ രീതിശാസ്ത്രം അതായതുകൊണ്ടാണ് എന്നാണ് ആ സഹോദരിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അത്രയുമായിരുന്നു ആ ഒരു വിഷയത്തിൽ. ആ വീഡിയോയിൽ അത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വീണ്ടും ആ ചോദ്യം ബാക്കിയാണ്. അള്ളാഹ്ക്ക്
ഏകദൈവം വിശ്വാസമാണ് ശരിയാണെന്നുള്ളത് അറിയാം. അത് ആദ്യം തന്നെ ഒരു അല്ലെങ്കിൽ ശങ്കയും ഇല്ലാതെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഏകദൈവമേ ഉള്ളൂ, ബാക്കിയുള്ള ദൈവങ്ങളൊക്കെ പോക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഘട്ടം ഘട്ടമില്ലേ? എന്ന് മാത്രമല്ല, ഈ ഇസ്ലാം എന്നുള്ള കാര്യം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ പരിഷ്കരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് എല്ലാ സമൂഹങ്ങൾക്കും ബാധകമാണോ? അല്ല, അതും ഒരു കോമഡിയാണ്. മക്കയിൽ ഇങ്ങനെ ഘട്ടം ഘട്ടം ചെയ്തു, മദീനയിൽ ഘട്ടം ഘട്ടം ചെയ്തു, പിന്നീട് അങ്ങോട്ടൊക്കെ എല്ലാ കാലത്തേക്കും ഒറ്റ നിയമമേ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ അതിലൊരു പരസ്പര വിരുദ്ധമില്ലേ? പിന്നെ വീണ്ടും ആ സ്ത്രീയുടെ ചോദ്യം ഇവിടെ ബാക്കിയായി. അള്ളാഹ്ക്ക് ഇത് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഇതാണ് മികച്ച തീരുമാനം, ഇതാണ് മികച്ച നിലപാട് എന്നറിയുന്ന ഏകദൈവം എന്തുകൊണ്ട് ആദ്യം വളരെ കൃത്യമായിട്ട് ഇതാണ് ശരിയായ നിലപാട് എന്നൊരു ആയത്ത് ഖുർആനിൽ ഇറക്കിയില്ല? ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള നിലപാട് ശരിയാണെന്ന് ബോധ്യമുള്ള ദൈവം ഇറക്കിയ ആയത്ത് പോലെ മുത്താ വിവാഹത്തേക്കാൾ മെച്ചമാണ് ഇപ്പോൾ മുഹമ്മദിന്റെ ആളുകൾ പിന്തുടരുന്ന വിവാഹ സമ്പ്രദായം എന്നുള്ള തിരിച്ചറിവ് എന്തുകൊണ്ട് അള്ളാഹ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല? അള്ളാഹു മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ അറബികളുടെ അവരുടെ സോക്കോൾഡ് ചിന്തയുടെയും അവരുടെ സോക്കോൾഡ് പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആയത്തിറക്കിയിരുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ആളുകൾക്ക് അനുസരിച്ച് അള്ളാഹു ഇങ്ങനെ അവര് പറഞ്ഞാൽ കേൾക്കില്ല എന്ന നിലയിൽ ആയത്തിറക്കിയാണോ പല സമൂഹങ്ങളെ ഇങ്ങനെ മുഹമ്മദിന് മുമ്പും പ്രവാചകന്മാർ വന്നിട്ടിരുന്നു എന്നാണല്ലോ പറയുന്നത്, ഇങ്ങനെ പരിഷ്കരിച്ചിരുന്നു എന്ന ചോദ്യമുണ്ട്. എന്നാൽ ഒപ്പം തന്നെ ഇതിന്റെ കൂടെയുള്ള മറ്റ് പല വിഷയങ്ങളിൽ ഏകദൈവ വിശ്വാസം മുതൽ ഇപ്പൊ പന്നി മാംസം, അതേപോലെ മുത്താ വിവാഹം നിരോധിച്ചതിന്റെ കൂടെ നിരോധിച്ചതാണ് സോക്കോൾഡ് കഴുത മാംസം. ഈ കഴുത മാംസത്തിന്റെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുകഴുതയുടെ മാംസം നിങ്ങൾക്ക് കഴിക്കാം, വീട്ടുകഴുതയുടെ മാംസം കഴിക്കരുത്. അപ്പൊ ഇങ്ങനത്തെ കുറെ തരം ഇതുപോലത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുന്ന സമയത്ത് ഈ മുത്താ വിവാഹത്തിലുള്ള നിലപാട് നമുക്ക് മനസ്സിലാവുന്നത് മുഹമ്മദിന് ഒരു സാഹചര്യം വരുന്ന സമയത്ത് മുഹമ്മദ് ഒരു ആയത്തങ്ങ് പറയും, അല്ലെങ്കിൽ ഒരു കാര്യം അങ്ങ് പറയും, അത് ആളുകൾ അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യും. അതിന്റെ വരും വരായികളൊക്കെ നോക്കിയിട്ട് മുഹമ്മദ് പലതിലും വിട്ടുവീഴ്ചയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തന്നെ കാരണം കൊണ്ടാണ് ഒരു ഘട്ടത്തിൽ മുഹമ്മദിന് പിശാച് വചനം ഇറക്കി എന്നുള്ള ഒരു അല്ലെങ്കിൽ സാത്താൻ വചനം ഇറക്കി എന്നുള്ളൊരു ആരോപണം വന്നിട്ടുള്ളത്. ആ സമയത്ത് മുഹമ്മദ് ഇതേപോലെ ഈ ബഹുദൈവ വിശ്വാസമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി അയാളുടെ ജീവിത കാലഘട്ടത്തിൽ പല കാര്യങ്ങളും പറയുകയും അത് ഓരോ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു വർഷങ്ങൾക്കിടയിൽ ഉള്ള പലതരം പ്രസ്താവനകളിൽ പുള്ളി മുമ്പ് പറഞ്ഞത് പുള്ളിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പുള്ളി അത് സാഹചര്യത്തിനനുസരിച്ച് മാറ്റി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം വന്ന സമയത്ത്, ഖുർആൻ പോലുള്ളൊരു പുസ്തക രൂപത്തിൽ അതായ സമയത്ത് നമുക്കത് വായിച്ചു നോക്കുന്ന സമയത്ത് അതിനകത്തൊരു കൃത്യതയില്ലായ്മ മനസ്സിലാവുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ മതത്തിൽ ഒരിക്കലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളില്ല എന്നുള്ളൊരു അവകാശവാദമാണ് മുസ്ലിങ്ങൾ ഉന്നയിക്കാറ്. എന്തായാലും അവരുടെ അണ്ണാക്കിൽ ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. അടുത്തത് ജസ്റ്റ് ഞാൻ കുറച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങളെ കുറിച്ചും ഹദീസുകളെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ മുത്താ വിവാഹം ഉണ്ടായിരുന്നു, നിരോധിച്ചു, ഉണ്ടായിരുന്നു, നിരോധിച്ചു, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘട്ടം ഘട്ടം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള വചനം എന്ന് പറഞ്ഞാൽ 4:24 സൂറത്തുൻ നിസായിലെ 24-ാമത്തെ വചനം. അപ്പോൾ അതിൻ്റെ തഫ്സീറിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മുത്താ വിവാഹത്തെ കുറിച്ചാണ് ഈ വചനം ഇറങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ പരിഭാഷയായിട്ട് കൊടുത്തിട്ടുള്ള ഒരു മിനിറ്റ് പരിഭാഷ ഞാനിവിടെ കാണിക്കാം. ഇതാണ്: ഭർത്തൃമതികളായ സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാണ്, എന്നാൽ യുദ്ധത്തടവുകാരുമായി നിങ്ങളുടെ അധീനതയിൽ വന്നവർ ഇതിൽ നിന്ന് ഒഴിവാണ്. ഇതെല്ലാം നിങ്ങൾക്കുള്ള ദൈവിക നിയമമാണ്. ഓർക്കുക, ഇത് ആരെക്കുറിച്ച് പറയുന്നത്? ആദ്യ ഭാഗം പറയുന്നത് അടിമകളെ കുറിച്ചാണ്, യുദ്ധത്തിൽ പിടിക്കുന്ന അടിമകളെ കുറിച്ചാണ്. ഇതെല്ലാം നിങ്ങൾക്കുള്ള ദൈവിക നിയമമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവിക നിയമമാണെങ്കിൽ പിന്നെ അത് മാറ്റാൻ പറ്റുമോ? അപ്പോൾ മുഹമ്മദിന് പോയി നിരോധിക്കാൻ പറ്റുന്ന സാധനമാണോ ദൈവിക നിയമം? അള്ളാഹു എന്തായാലും മുത്താ വിവാഹം നിരോധിച്ചിട്ടില്ല. അപ്പോൾ ആദ്യ ഭാഗത്ത് പറയുന്നത് ഇത് ദൈവിക നിയമമാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് പറയുന്ന വിഷയം അടിമകളെ പിടിക്കുന്ന സമയത്ത് അവരുമായിട്ടുള്ള നിങ്ങൾക്ക് അധീനതയിൽ വരുന്ന പെണ്ണുങ്ങളെ നിങ്ങൾക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാം എന്നുള്ള. ഇവരല്ലാത്ത സ്ത്രീകളെല്ലാം വിവാഹമൂല്യം നൽകി, അതായത് അടിമകൾക്ക് വിവാഹമൂല്യം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പോയിട്ട് പരിപാടി കഴിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മറുവശം. ഇപ്പം ഇങ്ങനത്തെ സൂറത്തുൻ നിസാ, സ്ത്രീ എന്നാണ് ഈ സൂറത്തിന്റെ പേര്, പക്ഷെ ഇതിനകത്ത് പറയുന്നത് മൊത്തം സ്ത്രീ വിരുദ്ധതയാണ്. എന്തായാലും നിങ്ങൾ വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവരാകണം, അവിഹിത വീഴ്ച കാക്ഷിക്കുന്നവരാകരുത്. അവിഹിത വീഴ്ച കാക്ഷിക്കുന്നവരാകരുതെങ്കിൽ എന്തിനാണ് താൽക്കാലിക വിവാഹം നടത്തുന്നത് എന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് കുറെ കാലത്തേക്ക് അവസാനം മരിക്കുന്നത് വരെയുള്ളൊരു വിവാഹ ബന്ധമാക്കിക്കൂടെ? ഇത് നിങ്ങൾ പറയുന്ന സോക്കോൾഡ് വിവാഹത്തിലേക്ക് ഇത് കൊണ്ടുപോയിക്കൂടെ?
ഈ 4 വരെ കെട്ടാം എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾക്ക് അവിഹിത വീഴ്ച എന്ന ഉദ്ദേശം ഇല്ലാന്ന് വിചാരിക്കാം. എന്നിട്ട് 3 മാസം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ സമൂഹത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത്രയും കാര്യം പറഞ്ഞ ഇമാം അക്ബർ സൂചിപ്പിക്കാത്തൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു താൽക്കാലിക പ്രസ്ഥാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ ഇതേപോലെ ഒരു വിഷയം, ഇതിലൊരു വിട്ടുവീഴ്ച ചെയ്താൽ ആളുകൾ എന്ത് ധരിക്കും? ഇത് ശരിയാണെന്ന് ധരിച്ച് ഒരുപാട് ആളുകൾ ഇത് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ താൽക്കാലിക വിവാഹം കൊണ്ട് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൂടി പരിഗണിക്കട്ടെ. അത് എന്തുകൊണ്ട് അള്ളാഹുവിന് ആദ്യം മനസ്സിലായില്ല എന്നുള്ള ചോദ്യം വീണ്ടും ബാക്കിയാണ്. ഇനി അങ്ങനെ അവരുമായി ദാമ്പത്യ സുഖം ആസ്വദിച്ചാൽ, ശ്രദ്ധിക്കുക, ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ വിവാഹ സമ്പ്രദായത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇസ്ലാമിൽ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈംഗിക തൊഴിലാളി അല്ലെങ്കിൽ നമ്മുടെ വേശ്യാവൃത്തി എന്ന് പറയുന്ന സമ്പ്രദായം പോലെ തന്നെയാണ്. അതിൽ പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. അത്രേ ഉള്ളൂ. നിങ്ങൾ ദാമ്പത്യ സുഖം അനുഭവിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് കുറച്ച് പൈസ കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. നിങ്ങൾ അവർക്ക് വിവാഹമൂല്യം നൽകണം. വിവാഹമൂല്യം തീരുമാനിച്ച ശേഷം നിങ്ങൾ പരസ്പര സമ്മതത്തോടെ വല്ല വിട്ടുവീഴ്ചയും ചെയ്യുന്നുവെങ്കിൽ അതിൽ തെറ്റില്ല. അള്ളാഹു എല്ലാം അറിയുന്നവരും യുക്തിമാനുമാകുന്നു എന്നാണ്. അപ്പോൾ പരസ്പര സമ്മതത്തോടെ വല്ല വിട്ടുവീഴ്ചയും എന്ന് പറയുന്നതാണ് ഈ 3 മാസം അല്ലെങ്കിൽ തൽക്കാലത്തേക്ക്, ദിവസത്തേക്ക്, മാസത്തേക്ക്, ആഴ്ചകളിലേക്ക് ഒരു കല്യാണം നടത്തിയിട്ട് പെണ്ണ് പറയണ, എനിക്ക് നിങ്ങൾ അധികം മഹറായിട്ട് വല്ലതും തരണ്ട, ആ സുഖത്തിനുള്ള കുറച്ച് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ്, ഇതും വേശ്യാവൃത്തിയും അല്ലെങ്കിൽ ഈ ലൈംഗിക തൊഴിലും തമ്മിൽ എന്താണ് വ്യത്യാസം? ലൈംഗിക തൊഴിലാളിയുടെ അച്ഛനും അമ്മയുമായിട്ട് നമ്മളൊരു കോൺട്രാക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഇസ്ലാമിക വിവാഹമായിട്ട് അംഗീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ന് ഇത് നിരോധിച്ചു എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് പിന്നീട് മാറ്റി വെക്കാം. അങ്ങനെ ഒരു ലൈംഗിക തൊഴിലാളിയുമായിട്ട് അവരുടെ അച്ഛനും അമ്മയും തമ്മിലുള്ളൊരു പരസ്പര സമ്മതത്തോടെ നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് തൽക്കാല കല്യാണം നടത്തി കഴിഞ്ഞാൽ അത് ഇസ്ലാമിനകത്ത് സാധുവാകുമായിരുന്നോ അന്ന് എന്നൊരു ചോദ്യമുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഹദീസുകളാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ മുഹമ്മദിന്റെ കൂടെയുള്ള ആളുകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇവിടെ അലി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന മറ്റൊരു മുഹമ്മദിന്റെ അനുയായിയുമായി ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതിനെ പറ്റിയിട്ടുള്ളൊരു ഹദീസാണ്. അലി അല്ലാഹ് ബി പ്ലീസ്ഡ് വിത്ത് ഹിം ഹേർഡ് ദാറ്റ് ഇബ്നു അബ്ബാസ്, ഇത് മുത്തലാഖ് വിവാഹത്തെക്കുറിച്ചാണ് എന്നുള്ളത് ഇതിന്റെ തലക്കെട്ടിലുണ്ട്. Allah will be pleased him gave some relaxation in connection with the contracting of temporary marriage, whereupon he said. അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞിരുന്നു, ഈ മുത്തലാഖ് വിവാഹത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ തൽക്കാല കല്യാണത്തിന്റെ കാര്യത്തിൽ അള്ളാഹു അല്ല ഈ മതത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു നടന്നിരുന്നു. അതിനെ ഖണ്ഡിച്ച അലി പറയുന്നു, ഡോണ്ട് ബി ഹേസ്റ്റി ഇബ്നു അബ്ബാസ് ഫോർ അള്ളാഹ്സ് മെസ്സഞ്ചർ, ദൈവത്തിന്റെ ദൂതൻ. അപ്പോൾ ഇബ്നു അബ്ബാസിനെ തിരുത്തിക്കൊണ്ട് പറയാണ്, ഇബ്നു അബ്ബാസെ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയൊന്നും ഈ കാര്യത്തിലില്ല. ദൈവത്തിന്റെ ദൂതൻ ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് ഈ ഒരു സമ്പ്രദായം നിരോധിച്ചിരുന്നു. പ്രൊഹിബിറ്റഡ് ദറ്റ് ഫോർ എവർ അലോങ് വിത്ത് ഈറ്റിംഗ് ഓഫ് ഫ്ലഷ് ഓഫ് ഡൊമസ്റ്റിക് ആസസ്, അതായത് വീട്ടുകഴുത അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കഴുതകളുടെ ഇറച്ചി ഹറാമാക്കിയതിൻ്റെ കൂടെ ഇതും ഹറാമാക്കിയിട്ടുണ്ട് എല്ലാ കാലത്തേക്കും എന്നുള്ളൊരു ഹദീസിനെ ഇവിടെ നമ്മൾ കോട്ട് ചെയ്യണം. അപ്പോൾ സഹാബികൾക്കിടയിൽ അല്ലെങ്കിൽ മുഹമ്മദിന്റെ അനുയായികൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവരിലൂടെയൊക്കെയാണ് ഈ മതം വളർന്നു വന്നത് എന്ന് നിങ്ങൾ ഓർക്കുമ്പോഴാണ് എത്രത്തോളം ഈ മതത്തിനകത്ത് പലതരം പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കയറി കൂടിയിരിക്കാം മറ്റ് വിഷയങ്ങളിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. ഇനി ഇസ്ലാമിനകത്ത് ഇന്ന് പലതരം സംഭവങ്ങളിൽ ഈ മുത്തലാഖ് വിവാഹം അനുവദിച്ചിട്ടുണ്ട്. അത് ഏത് കൂട്ടരാണ്? പ്രധാനമായിട്ട് ഷിയാക്കളാണ്. ഷിയാക്കളുടെ ഒരു വലിയ വിഭാഗം ആളുകൾ മുത്തലാഖ് വിവാഹം ശരിയാണെന്ന് ഉള്ളത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ വിശദീകരിക്കുന്നുണ്ട്. ഖുർആന്റെ അടിസ്ഥാനത്തിൽ മുത്തലാഖ് വിവാഹം നിരോധിച്ചിട്ടില്ല. പിന്നീട് വന്ന മുഹമ്മദ് പറഞ്ഞു എന്ന് പറഞ്ഞ സഹാബികളും അതും കഴിഞ്ഞ് ഉമ്മറും ആണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു നിരോധനം കൊണ്ടുവന്നത് എന്നാണ് അവരുടെ ഭാഷ്യം. അതേപോലെ ഇസ്ലാമിനകത്തുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് ഷിയാക്കൾ മാത്രമല്ല, ഇപ്പോൾ ഈ നമ്മളിത് മുത്തലാഖ് വിവാഹം എന്നാണ് ഇതിന് പറയുമെങ്കിലും മറ്റൊരു തരം വിവാഹം സുന്നികളിൽ ഉണ്ട്. അതിനെ മിസ്യാർ വിവാഹം എന്നാണ് പറയുന്നത്. അതും ഇതുപോലത്തെ ഒരു
താൽക്കാലിക സെറ്റപ്പാണ്. അതിനെക്കുറിച്ചുള്ള ഒരു വിക്കിപീഡിയ പേജാണിത് നിങ്ങൾ കാണുന്നത്. ഈ മിസ്യാർ വിവാഹം സുന്നി അറബികൾക്കിടയിൽ, ഇപ്പോൾ സുന്നി അറബികൾക്കിടയിൽ ഇതൊന്നുമില്ല, മുത്താഴ് വിവാഹം താൽക്കാലിക കല്യാണം ഇല്ല എന്ന് പറയുന്നവർ ഈ മിസ്യാർ വിവാഹം എന്താണ് എന്നത് കൂടി നിങ്ങൾ അന്വേഷിക്കുക. ഇങ്ങനത്തെ ഒരു സമ്പ്രദായം പല പ്രധാന മുസ്ലിം പണ്ഡിതന്മാരും, അതിൽ തീവ്രവാദികൾ വരെ ഉണ്ട് കേട്ടോ, മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ഒക്കെ ഇൻസ്പിറേഷൻ പകർന്ന വലിയ പണ്ഡിതന്മാരുണ്ട്. അവർ വരെ പറയുന്നത് ഇതുപോലെ മുത്താഴ് വിവാഹം പോലെ മറ്റൊരു തരം വിവാഹമായിട്ടുള്ള മിസ്യാർ വിവാഹം ഇസ്ലാമിൽ അനുവദനീയമാണ് എന്നുള്ളത്. അപ്പോൾ സുന്നികളിൽ ഇത് സാധനം ഇല്ല എന്ന് പറയുന്നതും ഒരു തെറ്റായ ധാരണയാണ്. മുത്താഴ് വിവാഹം നിരോധിച്ചു എന്നുള്ളത് അത് ഒരു പേരിൽ ആ ഒരു നിരോധനമുണ്ട്, പക്ഷെ അത് മറ്റൊരു രീതിയിൽ മിസ്യാർ വിവാഹം എന്ന പേരിൽ വേറൊരു കാറ്റഗറിയിൽപ്പെട്ട വിവാഹമായിട്ട് ഇപ്പോഴും അനുവദനീയമാണ് പണ്ഡിത അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇതിന് പ്രത്യേകമായിട്ട് ഖുർആനിൽ ആയത്തുണ്ട് എന്ന് ഈ പണ്ഡിതന്മാർ അതിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ കോട്ടുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ മുത്താഴ് വിവാഹം സുന്നികൾക്കിടയിൽ ഇല്ല എന്ന് പറയുമ്പോൾ അതിന് പകരമായിട്ട് മിസ്യാർ വിവാഹം അവർ അനുവദിക്കുന്നുമുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. ഞാനൊരു സാധനം കൂടി ഒന്ന് കാണിക്കാം. ഈ നമ്മുടെ നോ പ്രോബ്ലം ഈ നമ്മളുടെ മുത്താ കല്യാണം ടെമ്പററി മാരേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉള്ള വിശ്വാസികളുടെ വലിയ ചില റെഫ്യൂട്ടേഷൻസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ, ഇത് 2013 BBC വന്നൊരു വാർത്ത, ഇത് പലപ്പോഴും അതിന് ശേഷം വരാറുണ്ട്. UK മുസ്ലിംസ് ഇത് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാധനമാണ്, പ്രത്യേകിച്ച് ഷിയാക്കളുടെ ഇടയിൽ. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള വാർത്ത, അതിന് അവർ പറയുന്ന റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ കാണാം. ദ ടെമ്പററി മാരേജ് ഓർ നിക്കാ മുത്ത is an ancient Islamic practice that unites man and woman as husband and wife for a limited time. Historically, it was used so that a man could have a wife for a short while, then when traveling long distances. നമ്മളുടെ എം അക്ബർ പറഞ്ഞ കാര്യങ്ങൾ. So why are young British Muslims adopting the practice now? അതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? It is allowed us to meet without breaking the bonds of Sharia ലോ. അപ്പോൾ ഇതൊരു ഇസ്ലാമിക് ഡേറ്റിംഗ് ആക്കിയിട്ട് ഇവർ ഇതിനെ മാറ്റിയിരിക്കുകയാണ്. വി ബോത്ത് വാണ്ടഡ് ടു ഡേറ്റ്, ടു ഗോ ഔട്ട് ഫോർ ഡിന്നർ ഓർ ഗോ ഷോപ്പിംഗ് ആൻഡ് ജസ്റ്റ് ഗെറ്റ് ടു നോ ഈച്ച് അതർ ബെറ്റർ ബിഫോർ ഗെറ്റിംഗ് മാരീഡ്, വിച്ച് വി വുഡൻ ഹാവ് ബീൻ ഏബിൾ ടു ഡു അതർവൈസ്, സെയ്സ് സാറ. പെണ്ണുങ്ങളാണ് ഇതിന് അനുകൂലിച്ച് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം. സോ ഇത് ഒരു കോൺട്രാക്റ്റാണ്, ഇതിൽ ഫാമിലിയുടെ ഒരു കൺസെൻ്റ് ഉണ്ട്, ഓക്കെ, പിന്നെ ഇസ്ലാമിക് ശരിയ കോംപ്ലയൻ്റ് ആണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് മുന്നോട്ട് വരുന്നത്. പക്ഷേ ഇതേ സമയത്ത് ഈ സുന്നി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതിനൊക്കെ എതിർത്ത് മുന്നോട്ട് വരും എന്നുള്ളതാണ് ഇതിൽ ഒരു കാര്യം. ഇനി ഇത് പറയുന്ന സമയത്ത് നമ്മളുടെ മറ്റൊരു മഹാൻ പിക്ചറിലേക്ക് വരും. അത് നമ്മളുടെ മുഹമ്മദ് ഹിജാബാണ്. അതെന്ത്, അതിനെക്കുറിച്ച് അറിഞ്ഞില്ലായിരുന്നോ പോക്കരി? മുഹമ്മദ് ഹിജാബ് ഈ ഒരു സാധനത്തിൽ പെട്ടുപോയ കാര്യം കേട്ടിരുന്നോ? പോക്കരി കേട്ടിരുന്നോ? ആ, അത് ശരി. അപ്പോൾ നമ്മളെ മുഹമ്മദ് ഹിജാബ് നമ്മളുടെ മാങ്കൂട്ടം പെട്ട മാതിരി ഒന്ന് പെട്ടിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഞാനത് ഇടയ്ക്ക് കണ്ടിരുന്നു. ഓക്കെ, മനസ്സിലായി. മൂപ്പരുടെ ഒരു രഹസ്യ കല്യാണവുമായി ബന്ധപ്പെട്ടല്ലേ, രഹസ്യ ബന്ധവുമായി ബന്ധപ്പെട്ടല്ലേ? ആ, രഹസ്യബന്ധം മീൻസ് അതായത് മിസിയാർ കല്യാണം, അതാണ് പുള്ളി നടത്തിയത്. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ സുന്നികളിൽ മുത്താഴ് ഇല്ല എന്ന് പറയുമ്പോൾ മിസിയാർ കല്യാണം എന്ന് പറഞ്ഞ കോമഡി ഇവിടെ നടക്കുന്നുണ്ട്. അതിന് പണ്ഡിത ഇജ്മാ ഉണ്ട്. അപ്പോ ഇവരൊരു ഭാഗത്ത് മുത്താഴ് നിരോധിച്ചു, അത് വ്യഭിചാരമായതുകൊണ്ടും അല്ലെങ്കിൽ ഇത് ഇന്നത്തെ സമ്പ്രദായമായിട്ട് യോജിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അതേ സമ്പ്രദായം തന്നെയാണ് ഈ മിസിയാറിലും, അതൊരു താൽക്കാലിക കല്യാണമാണ്. അതെ. അപ്പോൾ ഇതിലൊരു ആയിഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അങ്ങനെയാണ് വന്നത്. അത് വലിയൊരു വിവാദമായി. അത് മുഹമ്മദ് ഹിജാബിൻ്റെ ഒരു കരിയർ എൻഡിങ് ഒരു ഇഷ്യൂ ആയിട്ട് മാറിയ ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ പുള്ളിയുടെ പല രീതിയിൽ പുള്ളി ഇത് പറയുന്നുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചിട്ട്. അതായത് നിങ്ങൾ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ അതായത് ആദ്യത്തെ ഭാര്യയുടെ സമ്മതം വേണോ, നുണ പറഞ്ഞുകൊണ്ട് ഇത് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചില ഡിബേറ്റ്സ് ഇസ്ലാമിക് സർക്കിൾസിൽ നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ പറ്റിക്കാം എന്ന് വരെ പച്ചയ്ക്ക് പറയുന്ന ആളുകളാണ് ഈ പറയുന്ന മുഹമ്മദ് ഹിജാബൊക്കെ. നമുക്ക് പറ്റിക്കാമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിലൊരു വീഡിയോ ഇവിടെ കിടപ്പുണ്ട് തന്നെ, നമ്മളുടെ അലി ദാവയുടെ ചാനലിലാണ് ഇത് കിടക്കുന്നത്. അതൊക്കെ കഷ്ണം വീഡിയോ ഒക്കെ ആയിട്ട് ഇറങ്ങാറുണ്ട് പല സമയത്തായിട്ട്. അപ്പോൾ ഇതാണ് അതിൽ സംഭവിക്കാറ്. അപ്പോൾ ഇതിൽ ഈ ആയിഷ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ ഇതേപോലെ കല്യാണം കഴിക്കുകയും എന്നിട്ടത് വലിയൊരു പ്രശ്നമായി മാറുകയും അവസാനം
ഇത് പിടിക്കപ്പെട്ടു ആളിത് പുറത്ത് പറഞ്ഞപ്പോൾ ഈ മുഹമ്മദ് ഹിജാബ് പറഞ്ഞൊരു കാര്യം, അറ്റ്ലീസ്റ്റ് അവിടെ ഹമാസ്, അവിടെ നമ്മളുടെ ഗാസയിലെ ആളുകൾ അവിടെ വലിയ പ്രശ്നം നേരിട്ടുണ്ട്, ഇപ്പോഴെങ്കിലും അത് മിണ്ടാണ്ടിരുന്നൂടെ എന്നാണ് ചോദിച്ചത്. എന്നുവെച്ചാൽ അവിടെ വംശഹത്യ നടക്കുന്ന സമയത്ത് എന്നെ ഇങ്ങനെ എയറിലാക്കാതിരുന്നൂടെ എന്നും ചോദിച്ചിട്ടാണ് ഇത് സംഭവം. ഇത് സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് അവർ തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കഥകളൊക്കെ വെബ്സൈറ്റായിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് ഇവിടെ ഒന്ന് കണ്ടേക്കാം. അത് ഇത് ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് സാധനം. യെസ്, ബിഹൈൻഡ് വീൽസ്. ഓക്കെ, നമ്മളെ ബിഹൈൻഡ് വീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് വണ്ടി പ്രാന്തന്മാർ എഴുതാറുള്ള ഇതെന്ന് പറഞ്ഞ പോലെ അൺവീൽഡ് കേസസ് ആയിഷ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലിത് അലൈജ്ഡ് ഒഫൻഡർ മുഹമ്മദ് ഹിജാബ് അപ്ഡേറ്റ്സ്, ഇതിങ്ങനെ എല്ലാം കൊടുത്തിരിക്കുകയാണ്, കറക്റ്റ് എല്ലാം കൊടുത്തിരിക്കുകയാണ്. റിസീവ്ഡ് വീഡിയോ റിലീസ്, ഡിസീവ്ഡ് ബൈ മുഹമ്മദ് ഹിജാബ്, ദ സീക്രട്ട് മാരേജ് ദാറ്റ് ബ്രോക്ക് മീ, അങ്ങനെ പുള്ളി. അപ്പോൾ മുഹമ്മദ് ഹിജാബ്, ദ ഹിഡൻ മെസ്സേജസ്. അപ്പോൾ എല്ലാ സാധനവും ഇങ്ങനെ പുള്ളിക്കാരി ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഇതിങ്ങനെ കറക്റ്റ് വെബ്സൈറ്റ് ഉണ്ടാക്കി ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എല്ലാ സാധനവും അവിടെ കാണാം. The page outlines the serious allegations made by Sister Aisha against Muhammad Hijab, a prominent and renowned Islamic speaker. According to her testimony and corroborating messages, she was manipulated into a secretive marriage where she was denied her rights, subjected to psychological abuse, and then slandered when she tried to seek help. Her case raises grave concerns about abuse of authority by influential Islamic public figures, the power dynamics that propagate harm, and the lack of accountability amongst our leaders. എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സംഗതികൾ വേണമെങ്കിൽ അവിടെ പോയിട്ട് വായിച്ച് മനസ്സിലാക്കാം. മിസിയാർ കല്യാണമാണ് ഈ മുഹമ്മദ് ഹിജാബ്. ആളെ മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കും. ഇതാണ് ആൾ, ഇദ്ദേഹമാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. യെസ്, ഇനി നമ്മൾ ഇതിൽ കിടന്ന് കെട്ടിമറിയുന്നില്ല. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.